ആവശ്യമെങ്കിൽ പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അവിടെ താഴെ സ്കൂളിലേക്ക് പോയാലോ? നമ്മളവിടെ മാറി താമസിക്കുമോ? അവിടെ സൗകര്യം ചെയ്യട്ടെ. എൻ്റെ തറവാടാണ്. സ്കൂൾക്ക് പോരൂല. കുഞ്ഞ കുട്ടികളായിട്ട് കഴിഞ്ഞ നമ്മളൊരു 3 കൊല്ലം മുന്നേ എല്ലാവരും ഇറങ്ങിയല്ലേ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ആറംകുന്ന് സദ്ഗ്രാമം, താഴേക്കോട്, മുള്ളൻമട സദ്ഗ്രാമം എന്നിവിടങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയുടെ സന്ദർശനം. സദ്ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് മാറി താമസിക്കാൻ സൗകര്യമൊരുക്കുമെന്നും ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും AK മുസ്തഫ പറഞ്ഞു. മറ്റു ജനപ്രതിനിധികൾക്കൊപ്പമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ സദ്ഗ്രാമങ്ങൾ സന്ദർശിച്ചത്. കലിതുള്ളിയെത്തിയ കാലവർഷം വ്യാപക നാശനഷ്ടം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളടങ്ങുന്ന സംഘം സദ്ഗ്രാമങ്ങൾ സന്ദർശിച്ചത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ആറംകുന്ന് സദ്ഗ്രാമം, താഴേക്കോട്, മുള്ളൻമട സദ്ഗ്രാമം എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ജനപ്രതിനിധികൾ സന്ദർശനം നടത്തിയത്. ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്നിവ വിലയിരുത്തിയ സംഘം ഏത് അടിയന്തര സാഹചര്യത്തിലും തങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് സദ്ഗ്രാമത്തിലെ ആദിവാസി കുടുംബങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും തങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സദ്ഗ്രാമങ്ങളിലെത്തിയ ജനപ്രതിനിധികളെ നിറഞ്ഞ മനസ്സോടെയാണ് ആദിവാസി കുടുംബങ്ങൾ സ്വീകരിച്ചത്. നമ്മളെ പേരൊക്കെ പോയിട്ട് നമ്മളെ ഇടിഞ്ഞു പോയാലും നമ്മളെ സന്തോഷം വെള്ളത്തിൽ നിൽക്കും. ഞങ്ങൾ നടുക്ക് സ്കൂളിലെ സുഖമുണ്ടെങ്കിൽ വേറെ കുട്ടികളെ മക്കളൊക്കെ കൊണ്ടുപോവുക, വേറെ ആൾക്കാരിനൊക്കെ കൊണ്ടായാൽ മതി. അത്ര തന്നെ ഉള്ളൂ. ഞാൻ ഇവിടെ ഒറ്റക്ക് കഴിഞ്ഞു പോവും. ഞാനും എൻ്റെ കുടിയിൽ ദൈവങ്ങളൊക്കെ കാത്തുകൊണ്ട് നിൽക്കും. ഞാനും ഇവിടെ അതിനു പേടിയൊന്നുമില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സദ്ഗ്രാമങ്ങൾ സന്ദർശിച്ച ജനപ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങൾ ക്ഷമാപൂർവ്വമാണ് ചോദിച്ചറിഞ്ഞത്. മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സദ്ഗ്രാമങ്ങളിലെ താമസക്കാരായ ആദിവാസി കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. മുതിർന്നവർ വീടുകളിൽ നിന്ന് മാറാൻ വൈമനസ്യം കാണിക്കുമ്പോൾ പുതിയ തലമുറ സുരക്ഷ മുൻനിർത്തി സഹകരിക്കുന്നത് ആശ്വാസകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാശം വിതച്ച് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ഭയാശങ്കകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ മറുപടി തീർത്തും പോസിറ്റീവാണ്. അവർക്ക് പേടിയില്ല എന്നാണ് അവർ പറയുന്നത്. അവരിപ്പോൾ ഇവിടെ മാതിയമ്മയുടെ വീടിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മാതിയമ്മ പറയുന്നത് എന്ത് ഉരുൾപൊട്ടിയാലും എത്ര മഴ പെയ്താലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അതൊന്നും എന്നെ ബാധിക്കില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതേസമയത്ത് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ അവർക്ക് സ്കൂളിലേക്ക് മാറണോ പുനരധിവസിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ പോരാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആവശ്യമെങ്കിൽ പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഇവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടിയുണ്ടാവും. റവന്യൂ വകുപ്പിനെ ബന്ധപ്പെട്ട് ആദിവാസി കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമം നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ അപകട സാധ്യത റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചിക്കും. ഇവർക്ക് ഭക്ഷണ സാധനങ്ങളുടെ കുറവുണ്ടോ, ഇവരൊക്കെ റേഷൻ വാങ്ങിയിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ PK അയമു, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നയീം, ഷൗക്കത്ത്, മുൻഷിർ, പ്രബിന ഹബീബ്, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപൂ പിലാക്കൽ, 18-ാം വാർഡ് മെമ്പർ ഫാറൂഖ് പൂക്കോടൻ, ഗഫൂർ MK എന്നിവരടങ്ങുന്ന സംഘമാണ് ആദിവാസി സദ്ഗ്രാമങ്ങൾ സന്ദർശിച്ചത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലെ തീരുമാനപ്രകാരം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആദിവാസി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ പുനരധിവസിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപൂ പിലാക്കൽ പറഞ്ഞു. ഇന്ന് കാലത്ത് 11 മണിക്ക് വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള
സംഘം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം നടത്തി. നമ്മുടെ പഞ്ചായത്തിലെ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന 5ഓളം ആദിവാസി കോളനികൾ ഉണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് കാലത്ത് തൊട്ട് ഞങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിരവധി സൗകര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആ സൗകര്യങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ 5 ആദിവാസി സദ്ഗ്രാമങ്ങളാണുള്ളത്. 3-ാം വാർഡ് പരിധിയിലെ സദ്ഗ്രാമങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മഴക്കെടുതികൾ മുൻനിർത്തി നടത്തിയ സന്ദർശനം ആദിവാസി കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമായി. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.